സതീശാന്റെ പരിപാടി എന്ത് തരാന്ന് നടക്കൂല. കാരണം ഈ പറഞ്ഞ അവധി ഫുള്ള് തെറ്റിപ്പോയി. ഉള്ള 1, 2, 3, 4 അല്ല, മാസങ്ങൾ തെറ്റി. എനിക്ക് വർഷങ്ങൾ തെറ്റിയിട്ട് മാസങ്ങൾ തന്നതാണ്. അതും കൂടി ആഗ്രഹിക്കണം. അപ്പൊ എന്ത് ശരി, ഒരു വർത്താനവും ഇല്ല. അതിനിപ്പോ നടക്കൂല. ആ കേസ് നിങ്ങൾ വാങ്ങുമ്പോ ഈ വർത്താനം ഒന്നല്ലല്ലോ. എന്റെ കയ്യിന് വയ്യായോ അല്ലെങ്കിൽ എനിക്ക് പണിയുണ്ടോ നോക്കിയിട്ടല്ല പരിപാടി പൈസ തരുന്നത്. നമ്മള് തരാൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഫോൺ വിളിച്ചെടുക്കൂല, അതാണ് എന്റെ മെയിൻ പ്രശ്നം. ഞാൻ നോടി എന്താ പറയാച്ചിട്ടില്ല. എന്ത് പറയാ, പറയണ്ടേ നമുക്ക് ഇന്ന ദിവസം തരാന്നുള്ളത്. അതൊന്നും പറ്റും. ഞങ്ങൾക്ക് എന്ന് തരാൻ പറ്റും പൈസ? ഒരു മാസം കൊണ്ട് എനിക്ക് തരാൻ പറ്റൂല. കാരണം ഇത്രയും വർഷങ്ങൾ തന്നിട്ട് എനിക്ക് മാസങ്ങളും ദിവസങ്ങളും ഒക്കെ തന്നിട്ട് ഈ ഫോൺ അടിച്ചാൽ മെയിൻ എടുക്കൂല. അതാണ് എന്റെ മെയിൻ പ്രശ്നം. അതാണ് സിനിമയിലും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കാൻ പൈസ ഉണ്ടല്ലോ എൻ്റെ അടുത്ത്. ആ സിനിമയിലും സീരിയലൊക്കെ അഭിനയിക്കണ്ടോ? അതിന് എന്ത് ലിമിറ്റ് ഇല്ല. അല്ല, അത് നമുക്ക് ആകെ 1000, 1500 എന്ത് ചെയ്യണത് പൈസ? ചെലവിന് എനിക്ക് എത്ര വരുന്നുണ്ട് ദിവസം? അതോട് നാട്ടിൽ ഈ വാങ്ങണ സമയത്ത് ഇതൊന്നും എനിക്ക് ഈ ചെലവും കുട്ടികളും എന്താണ് എനിക്ക് പണി? വീട് പെയിന്റോ? ഈ പൈസ എന്തൊക്കെ ലാസ്റ്റ് തീരുമാനം പറഞ്ഞു. ഒരു മാസം പറ്റൂല. എന്ത് തരാൻ അത് പറ്റൂ? നടക്കാത്ത കേസാണല്ലേ. ഈ ഉണ്ടാകുന്നിട്ട് കാര്യമൊന്നുമില്ല. ആൾക്കാർ കേൾക്കുന്നത് ഇവിടെ ഒരാൾ മേടിച്ചിട്ടൊന്നല്ല. വാങ്ങിയ പൈസ എന്നോട് ചോദിച്ചത്. ഓൻ പൈസ നമ്മുടെ അടുത്ത് വാങ്ങിയിട്ട് വാങ്ങാൻ വേണ്ടിയായിരുന്നു. ഓൻ ഫോൺ അടിച്ചെടുക്കാൻ ഒഴിവില്ല. ഫോൺ അടിച്ചിട്ട് എടുക്കാനായിട്ട് അങ്ങോട്ട് കയറി വന്നത്. എന്റെ ആവശ്യമില്ല. 5 ലക്ഷം എന്ത് തരാന്നേ? ഡേറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് പെരീക്ക് കയറി വരുന്നത്. എന്ത് മനുഷ്യന്മാരായിട്ട് ആവശ്യം ഉണ്ടായിട്ടാണ് പൈസ വാങ്ങുന്നത്. പറ്റിച്ചുന്ന ഒരാളല്ല അത് നിങ്ങൾ പറയല്ലേ. ഓൻ പറ്റിച്ചാത്ത ആളാണ് ഈ ഫോൺ അടിച്ചെടുക്കുന്നത്. തെരഞ്ഞു വന്നപ്പോ എന്റെ കുട്ടിനെ ഇവിടെ കണ്ടില്ല നിങ്ങള്. ഇന്ന് പോകുമ്പോഴാണ് എത്ര വട്ടം വരുന്നുണ്ട്. ഇന്ന് മഴയായിട്ട് പോകുമ്പോഴുണ്ട്. അല്ലെങ്കിൽ ഷൂട്ടിംഗുകാരൻ നടക്കണേ. ആര് പറഞ്ഞ എപ്പോഴെങ്കിലും എന്ത് പുതിയോടെ? അതുകൊണ്ട് കാര്യമില്ല. എന്നാ അവന്റെ പെരിക്ക് കുടുംബം നടക്കണ്ട. അതുകൊണ്ട് എന്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപാടി നമുക്ക് ഈ പലിശക്കാരാകുമ്പോ പഠിച്ചോനും ദൈവമൊന്നും ഞങ്ങൾ നോക്കലില്ല. അത് നടക്കൂല. അത് ഞങ്ങൾക്ക് അറിയാം. പറ്റിച്ചോ അല്ലേ നമുക്ക് അറിയണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ പൈസ കിട്ടണം. അത് പറ്റൂല. എന്ത് സാവകാശം നടക്കൂല. കുട്ടികളും കുടുംബമൊക്കെ ഉള്ള ആൾക്കാർ. പക്ഷെ ഞങ്ങളൊരു ഏർപ്പാടാണ് അത്. എത്ര സാവകാശം തരും? ഒരു മാസം നടക്കൂല. ഒരാഴ്ചയോട് തന്നിട്ട് ഞങ്ങളെ ചട്ടി പാത്രം കുട്ടികളൊക്കെ എടുത്ത് പോകില്ല. ഒരു ഇതുമില്ല. ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനാണ് അതിന്റെ ഓന്റെ കൂടെ വന്നാണ്. ഒരു മാസം ഒന്നും പറ്റൂല. ഒരാഴ്ചയോടെ തന്നില്ലെങ്കിൽ ചവിട്ടി കുത്തിയാണപ്പോ ഇതൊക്കെ ഒരു പുറത്ത് വെച്ചിട്ടുണ്ട്. എന്താ അതുകൊണ്ട് കാര്യമില്ല. പൈസ തന്നിട്ടില്ലെങ്കിൽ ഇത് ലാസ്റ്റ് വരവേക്കാറാ. നിങ്ങൾക്കും കൂടി കിട്ടുമോ? നിങ്ങൾ ഈ മധ്യസ്ഥം പറയുമ്പോ ഞങ്ങൾ വരുന്ന നേരത്തെ അന്റെയും കൂടി ഇവിടെ കാണേണ്ടി വരും. അപ്പൊ ഈ ബഹുമാനം കാര്യങ്ങളും നോക്കൂല. രണ്ടു ദിവസം അടിച്ചു പിടിച്ച മഴയല്ലേ, പൈസ പുറത്ത് കേട്ടാൽ 2 ദിവസം പുല്ല് വെട്ടിയെങ്കിൽ അതിന്റെ താഴത്തേക്ക് പോയി. എന്തെപ്പെട്ടായി എന്താ പോലും വെഞ്ഞു വന്നേ പറയണ്ട. ഞാന് എന്താ ഇങ്ങോട്ട് പറയാം. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. 3 കുട്ടികളും ഈ പെര ഈ കോലത്തിലും കയ്യിനും വയ്യ. അന്നാ വീണീന് ശേഷം എനിക്ക് കയ്യിന് എന്നും വേദന. ആൾക്കാർക്ക് പറയുമ്പോ ഓനെന്താ കുഴപ്പം, നല്ല ആരോഗ്യമുള്ള ചെക്കനല്ലേ കാണുമ്പോ അങ്ങനെ തോന്നും. ഇതിപ്പോ എനിക്ക് തന്നെ അറിയാലോ. അതുകൊണ്ടല്ലേ മറ്റേ ഇജ്ജി തുണിപ്പായി മറ്റേ ആ പോസാക്കിൽ നടക്കുമ്പോ എന്നെ കണ്ട ആർക്കും മനസ്സിലാവും. അതിന്റെ പ്രശ്നം ഇപ്പൊ ഞാൻ സിനിമന്റെ അഭിനയിക്കാൻ പോകണ്ട എല്ലാവർക്കും പ്രശ്നം. കയ്യിന്റെ വേദന എന്താന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പുറമെന്ന് കാണുന്നവർക്കൊക്കെ ഭയങ്കര ഈ ഇന്ന് പറഞ്ഞ ഈ കായൊക്കെ കിട്ടണ ഞാൻ ഇതൊക്കെ ടൈൽസും മാർബിളൊക്കെ ഇട്ട് ഞാനിത് എന്ത് നോക്കി നിങ്ങൾ ഇതിന്റെ ഒരു പോലെ. സതീശ എനിക്കറിയാം. സതീശ ഇത് പറയണ്ട. പിന്നെ എന്റെ കുട്ടി കജ്ജണതും ഈ ജാതി പലിശക്കാരെടുത്തിട്ട് ഇടപാടിന് പോവാതിരിക്കാം. ആണെങ്കിൽ അത് കുടിക്കുന്ന സമാധാനം ഉണ്ടാവും.
നിവൃത്തിയോട് എടുത്തതാ. ആർക്കെ പൂതി ഓരോരുത്തരൊക്കെ പൈസ എടുക്കാന്. ഞാൻ അന്ന് കുടുങ്ങിയ നേരത്തെ ആസ്പത്രിന്റെ കുട്ടി ബെജാ കിടന്നിട്ട് കാര്യം സമാധാനപ്പെടും, ഇടങ്ങാറല്ലേ അത്ര ബുദ്ധിമുട്ട്. കണ്ടു ഞാൻ ഏതായാലും നിന്റെ മോനക്കൊന്നും വിളിച്ചു പറയട്ടെ. ഞാൻ ജഡ്ജു കാണാൻ പറ്റാ, എന്റെ കണ്ണീര് കാണാൻ പറ്റാ. ഏതായാലും ഞാൻ ചങ്ങായിമാരോടെ ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ കേട്ടാ. പറ്റുന്നതിനെത്തിയ തിന്നിട്ട് സമാധാനപ്പെട്ടി എന്റെ കണ്ണീര് കണ്ടാലേ സാരില്ല. ഓല് ചീത്ത അറിഞ്ഞോട്ടെ, അച്ഛൻ വലിയോനല്ലേ. ഞാൻ പോട്ടെന്നാല്.